അപ്പൊ ഈ അഭിനയിക്കല്ലാണ്ട് അതിന്റെ അപ്പുറം ഒരു ഇതൊരു സിനിമയിലെ വന്ന എല്ലാവരും ആക്ടേഴ്സ് എന്നുള്ള തലത്തിൽ മാത്രമല്ല, അവരെ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന എന്താണോ അത് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും കരുതൽ എന്നുള്ളത് ശരിക്കും ഒരു കൂട്ടായ്മയുടെ സിനിമയാണ്. അതില് ഈ കരുതൽ, പരസ്പരമുള്ള കരുതൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. ഇപ്പം ആരെങ്കിലും അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും, മീൻസ് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഈ ക്രൂവിലുള്ള ആരെങ്കിലും ഒക്കെ സ്വയം ഇനീഷ്യേറ്റീവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയായിരുന്നു. അപ്പം ഞങ്ങളുടെ വന്ന ആക്ടേഴ്സ് പോലും നമുക്ക് വലിയ ക്രൂ ആയിട്ടുള്ള ഒരു സംവിധാനമല്ല. അപ്പോൾ ചെറിയൊരു രീതിയിലുള്ള വർക്കായിരുന്നു. അപ്പോൾ വരുന്ന ആൾക്കാർ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് പെട്ടെന്ന് അവർ തന്നെ അസിസ്റ്റൻ്റ് ആകുന്ന അല്ലെങ്കിൽ അസോസിയേറ്റ് ആകുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷനിലാണ് ഈ സിനിമ മുമ്പോട്ട് പോകുന്നത്. അതിൽ ഈ പറയുന്ന എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അവരാൽ കഴിയുന്ന രീതിയിൽ. താങ്കളും ഒരു അസോസിയേറ്റ് ഡയറക്ടർ? ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഇപ്പം ഡയറക്ടർ നിലവിൽ ജോലി ആവശ്യങ്ങൾക്കായിട്ട് അയർലൻഡിലാണ്. ഇതിന്റെ ഒരു ഷെഡ്യൂൾ അയർലൻഡിൽ ഉണ്ട്, അതുപോലെ തന്നെ USA-യിലും ഇതിന്റെ ഒരു ഷെഡ്യൂൾ പോയിട്ടുണ്ട്. അപ്പം നാട്ടിൽ ഉള്ള ഷൂട്ട് അല്ലാണ്ട് അയർലൻഡിലും USA-ന്നും എല്ലാം ഷൂട്ട് ചെയ്തിട്ടാണ് ഈ സിനിമ പൂർത്തിയാകുന്നത്. അപ്പം അദ്ദേഹം വിദേശത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ മറ്റ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ കംപ്ലീറ്റ് ഇപ്പോൾ പരമാവധി ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്പാർട്ട് ഫ്രം സിനിമ വേറെ എന്തൊക്കെയാ ചെയ്യുന്നത്? സിനിമയിലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ആക്ടിംഗ് ഉണ്ട്, ഡയറക്ഷനിൽ ടീമിൽ ഉണ്ട്, പ്ലസ് എഴുത്തുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നു, പാലായിൽ. അപ്പൊ എപ്പോഴും സിനിമ ഇപ്പൊ സിനിമ മേഖലയിൽ തന്നെ പല പല റോൾസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ സിനിമ എന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു മെയിൻലി? ശരിക്കും കോവിഡ് കാലത്താണ് ഞാനും ജോമിയൊക്കെ ഇങ്ങനെ സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമുകളിലേക്ക് വരുന്നതും അവിടുന്ന് സിനിമ എന്നുള്ള വലിയ മായാലോകത്തേക്ക് കടന്നത്. അപ്പൊ ഈ ഒരു കരുതൽ എന്ന സിനിമയും ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോ അതില് ഇപ്പൊ കഥ എടുത്ത് നോക്കിയാലും നേരത്തെ നിങ്ങൾ പറഞ്ഞു ഈ ഡിസ്റ്റൻസ് ആണ് ബോണ്ടിങ്ങും, പാരൻസ് ബോണ്ടിങ് ഉണ്ട്, പല പല ടൈപ്പ് ബോണ്ടിങ് ഉണ്ട്, സിസ്റ്റർ ബ്രദർ ബോണ്ടിങ് ഉണ്ട്. അപ്പൊ ഈ ബോണ്ടിങ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലത്ത് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പഴയ കാലം വെച്ച് നോക്കുമ്പോൾ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോഴും പുതിയ കാലത്ത് അതിൻ്റെതായ പുതിയ ശൈലിയിലേക്ക് മാറിയല്ലോ. പഴയ ലോകമല്ല പുതിയ ലോകം. ഇന്ന് ലിവിങ് ടുഗദർ, ഇന്ന് ബെസ്റ്റുകളുടെ ലോകം, ലിവിങ് ടുഗദറിന്റെ ലോകം, അങ്ങനെ അതിന് പുതിയ ബോണ്ടിങ്ങുകളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. കുറച്ച് വേറെ മോഡേണൈസ്ഡ് ആയിട്ടാണ് ബോണ്ടിങ് ഉണ്ട്, പക്ഷെ അതിന് ശൈലി മാറി എന്ന് മാത്രം. അപ്പോ ഈ ഇപ്പത്തെ ഒരു തലമുറയിനോട് അല്ലെങ്കിൽ ഇപ്പത്തെ ഒരു ജനറേഷനോട് നമ്മുടെ ഇപ്പൊ ഇങ്ങനത്തെ തരത്തിലുള്ള പാരന്റ്സ് തമ്മിലുള്ള ബോണ്ടിങ്ങും അല്ലെങ്കിൽ ബന്ധങ്ങൾ, പല പല റിലേഷൻ തമ്മിലുള്ള ബോണ്ടിങ് പറഞ്ഞാല് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ നമ്മള് ഈ പണ്ട് ഓഫീസിൽ പോയി നിന്ന് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ എല്ലാവരെയും അവിടെ മാനേജ് ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് മാറി ഇന്നിപ്പം വർക്ക് ഫ്രം ഹോം ആയിട്ട് ആൾക്കാർക്ക് അവരുടെ വീടുകളിലേക്ക് പോയിരുന്ന് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ തന്നെ അവരുടെ പേരൻസോ അല്ലെങ്കിൽ കുട്ടികളോ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു കെയർ കൊടുത്തുകൊണ്ട് തന്നെ ഒരു ജോലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു തലമുറ, ഈ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ കോവിഡാനന്തര ലോകം എന്ന് പറയുന്നത്, ഇപ്പം എന്നാ പറയുക, ADBC എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം എന്ന് പറയുന്ന പോലെ തന്നെ കോവിഡും മുമ്പും കോവിഡിന് ശേഷം എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു ലോകം തന്നെയാണ്. അപ്പോൾ ഇനി അപ്കമിങ് വർക്ക്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി വെച്ച ഒരു 3 സ്ക്രിപ്റ്റുകളുണ്ട്. അപ്പോൾ അതിന്റെ സാധ്യതകൾ, ഡയറക്ഷൻ, ചില ആളുകളുമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ചില വർക്കുകൾ ഉടനെ തന്നെ ആരംഭിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ മറ്റു ചില സിനിമകളിലേക്ക് അഭിനയിക്കാനായിട്ട് ഉള്ള ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മേക്ക് ഓവർ. അപ്പൊ നമ്മുടെ സിനിമയും ഇങ്ങനെ റിലീസിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? വളരെ നല്ല ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള, ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ തന്നെ വന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഇതിനകത്ത് നല്ല രസകരമായ ചില ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മലയാളത്തിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള സിംഗേഴ്സ് തന്നെ പാടിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് എല്ലാ രീതിയിലും തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഈ സിനിമ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്കൾക്കും ഒരുപാട് അവസരങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.